കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വ്യാപക പ്രതിഷേധം. വിവാദ പ്രസ്താവനയിൽ വിവിധ ദേവസ്വങ്ങൾ അതൃപ്തി അറിയിച്ചു. ഡി.കെ. ശിവകുമാറിനെ വിമർശിച്ച് CPIM രംഗത്തെത്തി. കൃത്യമായ വിവരങ്ങളില്ലാതെ നടത്തിയ പ്രസ്താവന പല ക്ഷേത്രങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കിയെന്നാണ് ഡി.കെ. ശിവകുമാറിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. കേരളത്തിൽ മൃഗബലിക്കുള്ള സാധ്യതയില്ലെന്നും ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുമെന്നും ദേവസ്വം മന്ത്രി കെ. രാധാകൃഷ്ണൻ പ്രതികരിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം കാഞ്ഞിരങ്ങാട് ദേവസ്വം ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം തള്ളി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലോ സമീപ ക്ഷേത്രങ്ങളിലോ മൃഗബലിയില്ല. വിവാദങ്ങളിലേക്ക് ക്ഷേത്രത്തിന്റെ പേര് വലിച്ചിഴച്ചത് ഖേദകരമെന്നും ദേവസ്വം അറിയിച്ചു. ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് മലബാർ ദേവസ്വം ബോർഡും പ്രതികരിച്ചു. ഹിന്ദു സമൂഹത്തിൽ വികലമായ ആചാരങ്ങളില്ലെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. ഇത് വെറുതെ പറയുന്ന ഒരു സ്റ്റണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടുങ്ങാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 14 വർഷമായിട്ട് പോയിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നും ഇല്ല. ശിവകുമാറിന്റെ ആരോപണം ഭ്രാന്തെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭ്രാന്ത് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയാ, എന്ത് പദപ്രയോഗം വേണം? പിന്നെ വിവാദത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.